ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നത് കഴക്കൂട്ടത്തുള്ള സ്റ്റുഡിയോയിലോട്ടാണ്. അപ്പോൾ അകത്ത് കയറിയിട്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നോക്കാം. ചെന്ന് കയറിയതും ആദ്യം തന്നെ പോയതായി ഒരു ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടാണ്. ചെരുപ്പിൻ്റെ സെക്ഷൻ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, കുറേ കളക്ഷൻസ് ഉണ്ട്. അതിപ്പോൾ ഫ്ലാറ്റ്സ് ആണെങ്കിലും ഹീൽസ് ആണെങ്കിലും ഫ്ലിപ്പ് ആണെങ്കിലും സ്നീക്കേഴ്സ് ആണെങ്കിലും ഒരുപാട് വെറൈറ്റി മോഡൽസ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ഫ്ലാറ്റ്സിനും അതുപോലെ തന്നെ ഫ്ലിപ്പിനും ഒക്കെ ഏകദേശം റേറ്റ് കുറവായിരുന്നു. കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നിയത് ഈ ഹീൽസിനൊക്കെയാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസിലുള്ള ഹീൽസ് ഉണ്ടായിരുന്നു. പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഹീൽസിൻ്റെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ട്. 599 അതുപോലെ 699 ഒക്കെയാണ് ഈ ഒരു ഹീലിൻ്റെ റേറ്റ് വരുന്നത്. ഒരുപാട് വെറൈറ്റി ഫ്ലിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. പുതിയ മോഡൽസും കളക്ഷൻസും നല്ല ഓഫറായിരുന്നു ഈ ഒരു ഫ്ലിപ്പിൻ്റെ സെക്ഷനിൽ. ഇതിനൊക്കെ ഒരു 399 അതുപോലെ 499 ആ ഒരു റേറ്റൊക്കെ വരുന്നുള്ളൂ. അതുപോലെ 299 തൊട്ടുള്ള ഫ്ലാറ്റ്സ് നമുക്കിവിടെ കിട്ടും. അത്യാവശ്യം വില കുറവ് ഈ ഫ്ലിപ്പിൻ്റെയും ഫ്ലാറ്റിൻ്റെയൊക്കെ സെക്ഷനിൽ നല്ലോണം ഉണ്ട്. കൂടുതലും ഈ ഒരു ഫ്ലാറ്റിൻ്റെയും അതുപോലെ തന്നെ ഫ്ലിപ്പിൻ്റെയും ഒരുപാട് കളക്ഷൻസും സ്നീക്കേഴ്സ് ആണെങ്കിലും വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ്. കൂടുതലും ഇവിടെ ഡ്രസ്സിനെക്കാട്ടി കളക്ഷൻ എനിക്ക് തോന്നുന്നതായി ഒരു ഇപ്പം ചെരുപ്പിൻ്റെ ആണെങ്കിലും ഈ ഒരു 399 299 ഒക്കെയുള്ള ചെരുപ്പിൻ്റെ സെക്ഷനാണ്. ഇതിനോട് ഇഷ്ടപ്പെടുന്ന ചെരുപ്പെല്ലാം നമ്മൾ വാരിപ്പിറക്കി ഇടുന്നുണ്ട്. ഓരോന്നിങ്ങനെ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ബാഗിനാണെങ്കിലും അത്യാവശ്യം വില കുറവുണ്ട്. 199 അതുപോലെ 299 ബാഗുണ്ട്. പിന്നെ കുറച്ച് വലിയ ബാഗ് എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. 499 ആ ഒരു റേഞ്ചിനൊക്കെ ബാഗുണ്ട്. പിന്നെ ഒരുപാട് കളേഴ്സിനും അതുപോലെ മോഡൽസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 199 ആണ്. നല്ല ഫ്ലാറ്റ്സ് ആണ്, നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നതാണ്. പിന്നെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടതിന് കുറച്ച് നേരം അതൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഷോ ഒക്കെ കാണിച്ചിട്ട് ഇവിടെ കുറേ നേരം കറങ്ങി മുന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകും. ഹീൽസിൻ്റെ ആണെങ്കിലും ഫ്ലിപ്പിൻ്റെ ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ കറങ്ങി അതിൻ്റെ മുന്നിൽ പോയി തന്നെ പിന്നെയും നിൽക്കും. അത് കഴിഞ്ഞതായി ഈ ഒരു പെർഫ്യൂമിൻ്റെയും അതുപോലെ തന്നെ ബോഡി സ്പ്രേയുടെ ഒക്കെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം നമ്മളിതൊക്കെ അവിടെ നിന്നുള്ളത് എടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് പതുക്കെയാണ് വരുന്നത്. പിന്നെ ചിലതിനൊക്കെ നല്ല സ്മെല്ലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചിലതിനൊക്കെ ഒരുമാതിരത്തെ സ്മെല്ലാണ്. എല്ലാമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പിന്നെ ഈ സെക്ഷനിൽ ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഈ ഒരു നെയിൽ പോളിഷിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെ അങ്ങനെ ഒരുപാട് നേരമൊന്നും നിന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണാടി നോക്കി കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് നേരെ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. പിന്നെ സ്റ്റുഡിയോ ആയതുകൊണ്ട് അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനൊക്കെയാണുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയണ്ടല്ലോ, അവിടെ എത്തിയാൽ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണെങ്കിലും കളറാണെങ്കിലും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ എടുത്ത് ട്രൈ ചെയ്യായിരുന്നു. ചെരുപ്പിൻ്റെ സെക്ഷൻ പോലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം ചിലവഴിച്ചത് ഈ ഒരു സെക്ഷനായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ ഈ ഒരു സെക്ഷനിൽ കിടന്ന് കറങ്ങലായിരുന്നു. പിന്നെ അവർ ട്രൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ മേക്കപ്പ് ഐറ്റംസ് എല്ലാം അവിടെ ട്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്ന് മാറാൻ കുറച്ച് താമസമാണ്. അങ്ങനെ മസ്കാര ആണെങ്കിലും ഐലൈനർ ആണെങ്കിലും എല്ലാം എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് പതുക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോണത്. ലിപ്സ്റ്റിക്കൊക്കെ സ്റ്റാർട്ടിങ് 99 അതുപോലെ 149 ആ ഒരു റേറ്റിനാണ് ഉണ്ടായിരുന്നത്. അതുപോലെ മസ്കാര ആണെങ്കിൽ 199 ആ ഒരു റേറ്റിനാണ്. നെക്സ്റ്റ് ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ വെസ്റ്റേൺ കളക്ഷൻസ് ഒരുപാടുണ്ട്. ഡ്രസ്സിൻ്റെ സെക്ഷനായതുകൊണ്ട് ഏകദേശം എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഒരു 299 399 499 ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ വെസ്റ്റേൺ ടോപ്പൊക്കെ കിട്ടും. ഡ്രസ്സിനാണെങ്കിലും ഒരുപാട് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കുറേ നമുക്ക് നോക്കാനും കാണാനും ഒരുപാടുണ്ട്. പിന്നെ അവിടെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് ഓരോന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ ഈ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറൊക്കെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. വെസ്റ്റേൺ ടോപ്പിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം നല്ല വെറൈറ്റീസ് നല്ല ഭംഗിയുള്ളതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നിങ്ങനെ എടുത്ത് വെച്ച് നോക്കും. പിന്നെ ഈ ഒരു സെക്ഷൻ ഒരുപാട് കാണാനുള്ളതുകൊണ്ട് ഒരുപാട് സമയം പോയി. പിന്നെ ഇതൊക്കെ 699 റേറ്റ്.
പിന്നെ ഇതൊക്കെ ഇതാ വീട്ടിലിടാൻ പറ്റിയ ടീഷർട്ടും പാൻറ്റുമാണ്. അപ്പോൾ ഇത് 599 റേറ്റ്. സെക്കൻഡ് ഫ്ലോറിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ടോപ്സിൻ്റെയും വെസ്റ്റേൺ വെയറിൻ്റെയൊക്കെ 299 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും സെക്കൻഡ് ഫ്ലോർ ആണെങ്കിലും നല്ല ഡ്രസ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ നിറച്ച് ഒരു കുർത്തീസിൻ്റെയും അതുപോലെ തന്നെ വെസ്റ്റേൺ ടോപ്പിൻ്റെയും കളക്ഷൻസ് ആണ്. ഇവിടെയും ഫ്ലിപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ക്രോപ്പ് ടോപ്സും അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാണാനുണ്ട്. പിന്നെ ഓരോന്നെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. പിന്നെ കിഡ്സിൻ്റെ സെക്ഷൻ ആണെങ്കിലും അത്യാവശ്യം റേറ്റ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു സൈഡിലോട്ട് ഒരുപാട് പോയില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ കോംബോ ഓഫറിൻ്റെ അടുത്തോട്ടൊക്കെ വന്നിട്ടുണ്ട്. 199 നമുക്ക് കോംബോ ആയിട്ട് കിട്ടും. പിന്നെ ഈ സെക്ഷനിൽ മൊത്തം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ആണ്. അത് ഒരുപാട് വെറൈറ്റീസ് മോഡൽസിലും എസ്തെറ്റിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാം. പിന്നെ വാച്ചിൻ്റെ കളക്ഷൻസ് ആണെങ്കിലും ഒരുപാടുണ്ട്. പിന്നെ അതാ ഈ ഫേഷ്യൽ ഹെഡ് ബാൻഡ്സിനാണെങ്കിലും 99 റേറ്റ് വരുന്നത്. പിന്നെ കീ ചെയിൻ ആണെങ്കിലും അതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ സൺഗ്ലാസിനൊക്കെ 199 റേറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. പിന്നെ ഒരുപാട് റിങ്സിൻ്റെ ആണെങ്കിലും സ്റ്റഡ്സിൻ്റെ ആണെങ്കിലും ഇയറിങ്സിൻ്റെ ആണെങ്കിലും കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എയർ ആക്സസറീസ് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഷൂയിലിടാൻ പറ്റിയ ഒരു ആക്സസറിയാണിത്. പിന്നെ ഈ ഒരു പൗച്ചിനാണെങ്കിലും അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു. നമുക്ക് മേക്കപ്പ് പൗച്ചായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇനിയും കുറേ കാണാനുണ്ട്, പക്ഷേ അങ്ങനെ കാണിച്ചാൽ വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോൾ. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.